ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മുടെ വിവേചനത്തിനെതിരെ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എങ്ങനെയാണ് ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നത്. ഓക്കെ, എന്താണ് കൊളോണൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ സംഭവിച്ചത്, എന്താണ് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക എന്താണ് കോളനിവൽക്കരിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ ആദിമ നിവാസികളായിരുന്നു ആരടാ? സാൻഗോസ അല്ലെ. എന്താണ് സാൻഗോസ എന്ന് പറയുന്ന ജനവിഭാഗമായിരുന്നു ആഫ്രിക്കയിൽ ആദിമ നിവാസികളായിട്ടുണ്ടായത്. പണ്ട് മുതലേ അവിടെയുള്ള നിവാസികൾ ആരായിരുന്നു? യെസ്, സാൻഗോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു. കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് യെസ് സാൻഗോസ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരായിരുന്നു ആദ്യം അവിടെ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് എന്താണ് ഈ കോളനിവൽക്കരണം അഥവാ കൊളോണൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ മേലൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോളനിവൽക്കരണം എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെ മേൽ ആധിപത്യം അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുന്നതിനെയാണ് അല്ലെ. സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ മേൽ അധികാരം സ്ഥാപിക്കുന്നതാണ് കോളനിവൽക്കരണം അഥവാ കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് കൊളോണൈസേഷൻ അല്ലെങ്കിൽ എന്താണ് കോളനിവൽക്കരണം എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ നമുക്ക് നോക്കേണ്ടത് ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായിട്ട് ഇവിടെ കുടിയേറ്റം സംഭവിച്ചത്. ഓക്കെ, അതല്ല നമുക്കറിയേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ കോളനിവൽക്കരണം തുടങ്ങിയത്, ഏത് നൂറ്റാണ്ടാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം മക്കളെ. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 15th century, 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ ആര് വന്നടാ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ? യെസ്, യൂറോപ്യന്മാരെത്തി. ഓക്കെ, ദ യൂറോപ്യൻ സ്റ്റാർട്ടഡ് ദെയർ എക്സ്പെഡിഷൻ ടു സൗത്ത് ആഫ്രിക്ക. എന്താണ് അവിടെ ചെയ്തത്? ദക്ഷിണാഫ്രിക്കയിൽ എത്തി തുടങ്ങിയില്ലേ? 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് യൂറോപ്യൻസ് വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് എവിടേക്ക് വരിക? യെസ്, ദക്ഷിണാഫ്രിക്കയിലേക്ക് വരിക അല്ലേ. അവിടെ കോളനിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അല്ലേ. ഓക്കെ, ദെൻ ആര് വന്നു എന്ന് പറയുന്നത്? 17ാം നൂറ്റാണ്ടോടുകൂടി ആര് വന്നു ദക്ഷിണാഫ്രിക്കയിലേക്ക്? ഡച്ചുകാർ വന്നുടാ. ഡച്ചുകാർ വന്നു. ആര് വന്നു? ഡച്ച് വന്നു അല്ലേ. 17ാം നൂറ്റാണ്ടായപ്പോഴേക്കും അവിടെ ഡച്ചുകാർ വന്നു. വന്നിട്ട് എന്താ ചെയ്ത അറിയോ? നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ടൗൺ ആയിരുന്ന കേപ്പ് ടൗൺ എന്ന് പറയും. കേപ്പ് ടൗൺ പിടിച്ചെടുത്തടാ. എന്നിട്ട് അവരുടെ മേജർ കോളനിയാക്കി കളഞ്ഞു. ആര്? ഡച്ചുകാർ. ഓക്കെ, നോക്കിക്കോ. 18ാം നൂറ്റാണ്ടോട് കൂടി പിന്നീട് ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലെത്തി. ശുഭം. ഓക്കെ, അപ്പൊ പറഞ്ഞ എന്താണ്? യെസ്, 17ാം നൂറ്റാണ്ടിൽ ഡച്ച് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലെത്തുന്നു. എന്നിട്ടോ അവിടുത്തെ ഒരു സ്റ്റേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടൗൺ ആയിരുന്ന കേപ്പ് ടൗൺ പിടിച്ചെടുത്ത് ആരുടെ കൺട്രോളിലാക്കി? ഡച്ചുകാരുടെ കൺട്രോളിലാക്കി. അത് കഴിഞ്ഞതാ 18ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ എവിടേക്ക് എത്തി? ദക്ഷിണാഫ്രിക്കയിലെത്തി. എന്തിനു വേണ്ടിയിട്ടാ? എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്നറിയോ? യെസ്, നോക്കിക്കോ മക്കളെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക. അവരുടെ ലക്ഷ്യമാണ് ബ്രിട്ടീഷുകാർക്ക് ദക്ഷിണാഫ്രിക്കയിൽ വന്നിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. നോക്കിക്കോ, എന്താണ്? എക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡ്. നമ്മുടെ ലോകത്തിലെ വിവിധ പ്രദേശങ്ങൾ കൈയടത്തുക. പിന്നെയോ ക്യാപ്ചർ ദ ഇമൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ വെൽത്ത് തട്ടിയെടുക്കുക. പിന്നെ എന്തൊക്കെയാണ്? സുപ്രീമസി അല്ലെ. അവിടെ രാജ്യങ്ങൾക്ക് മേൽ അധീശത്വം, അതായത് സുപ്രീമസി സ്ഥാപിക്കുക. പിന്നെയോ ഏഷ്യ വൻകരയിലുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോട് കൂടെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെയാണ് കോളനിവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് മക്കളെ ദക്ഷിണാഫ്രിക്കയിൽ കൊളോണൈസേഷൻ സംഭവിച്ചത്, കോളനിവൽക്കരണം നടന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.